ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ. നിങ്ങൾ തമ്മിലിൽ ഓൾറെഡി കണ്ടു കാണും, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ 2-3 ദിവസമായിട്ട് ഒരു കുട്ടി എന്നോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി ലിപ്സ്റ്റിക് കളക്ഷൻസ് ചെയ്യുമോയെന്ന്. അപ്പോൾ ആ കൊച്ചിനെ കൺസിഡർ ചെയ്തുകൊണ്ടാട്ടോ ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യാനുള്ള ഉദ്ദേശം. അപ്പം ഞാൻ ആദ്യം ഇത് ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ എന്നെ ഇതേപോലെ ആർക്കെങ്കിലും ലിപ്സ്റ്റിക്സ് ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യണേ. ആദ്യമേ പറയട്ടെ, ഒത്തിരി കളക്ഷൻസോ കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. വളരെ ലിമിറ്റഡ് കളക്ഷൻസേ ഉള്ളൂ. പിന്നെ കുറേയൊക്കെ കഴിഞ്ഞൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു. ഇപ്പം ഇരിക്കുന്നതിലും കുറേയൊക്കെ കളറായതാട്ടോ. എന്നാലും ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാൻ കാണിക്കാം. ചേടാ, അപ്പോൾ ഇത്രയും ലിപ്സ്റ്റിക് കളക്ഷൻസ് ആട്ടോ ഇപ്പോൾ കറൻ്റ് എൻ്റെ കയ്യിലുള്ളത്. ഇത് കൂടുതലാണോ എന്ന് വെച്ചാൽ ഒരു കൂട്ടം ആൾക്കാർക്ക് ഇത് കൂടുതലായിരിക്കും, ഒരു കൂട്ടം ആൾക്കാർക്ക് ഇത് കുറവായിരിക്കും. അങ്ങനെ പല ഒപ്പീനിയൻ ആയിരിക്കും കേട്ടോ. എൻ്റെ മൈൻഡ് വെച്ചിട്ട് എനിക്കിതിലും കൂടുതൽ വേണമെന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇത് കൂടുതലാട്ടോ. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇതിൽ പകുതി കഴിയാറായത്, അത് നിങ്ങൾക്ക് ഞാൻ വീഡിയോ കാണിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് ലിപ്സ്റ്റിക്സ് കൂടാണ്ട് 4 ലിപ് ലൈനർ ഉണ്ട്. ഇതിനെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇത് ആക്ച്വലി ഹ്യൂദ ബ്യൂട്ടി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഡ്യൂപ്പാണ്. ഞാൻ ഏതൊരു കടയിൽ നിന്ന് 30-40 രൂപയ്ക്ക്, നമ്മൾ ഈ മഹാത്ഭുതം എന്ന് പറഞ്ഞാൽ അങ്ങനെ 90 രൂപയുടെ കട, അങ്ങനത്തെ കടയിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ്. ഇത് ഞാൻ ആക്ച്വലി ലിപ്സ്റ്റിക്ക് ഇടുന്നതിലും കൂടുതൽ ഞാൻ ഇടുക എന്താ പറയുക, ബ്ലഷായിട്ടാണ്. കാരണം ഇത് ഒന്ന് വാഷ് ഔട്ട് ആവും, പിന്നെ ഇത് ഭയങ്കര ഡ്രൈയിങ്ങാണ്. പിന്നെ ഇതിൻ്റെ മണം എന്താ പറയുക, പണ്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സ്മെല്ല്, നമ്മൾ പണ്ടത്തെ മേക്കപ്പ് പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാട്ടോ ഇതിന്. ഇത് പിന്നെ യൂസ് ചെയ്ത് ഇത്ര ആയിട്ടുണ്ട്. എന്താ പറയുക, കൂടുതലും ബ്ലഷായിട്ട് ഇടാറ്. ഞാനിത് അത്ര പ്രിഫർ ചെയ്യില്ല, കാരണം ചിലർക്ക് ഇത് അലർജറ്റിക് ആവാം. പിന്നെ കളയാണ്ട് 40 രൂപയാണെങ്കിൽ അന്നൊക്കെ 40 രൂപ വലുതായതുകൊണ്ട് അന്നൊക്കെ നമ്മൾ പഠിക്കുന്ന കാലത്ത് എനിക്ക് തോന്നുന്നു ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് ഞാൻ ലിപ്സ്റ്റിക്സ് ഒത്തിരി യൂസ് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പ് ഞാൻ PS ലിപ്സ്റ്റിക്ക് മാത്രമേ യൂസ് ചെയ്യലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്നൊക്കെ 40 രൂപ എന്ന് വെച്ചിട്ട് വാങ്ങുമ്പോൾ കുറച്ച് വലിപ്പം, കുറച്ച് കാര്യമായിരുന്നു. അതുകൊണ്ട് ഞാനത് കളഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ തീരാണ്ട് ഒരു സാധനം കളയാൻ ഭയങ്കര മടിയാട്ടോ. അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കാണിക്കാം. ഇത് ഭയങ്കരമായിട്ട് വാഷ് ഔട്ടായി പോകും. പിന്നെ ഇതിനങ്ങനെ ബ്രാൻഡോ കളറൊന്നുമില്ല, ജസ്റ്റ് ഹ്യൂദ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പേരുണ്ട്, പക്ഷെ അത് വെറും ഡ്യൂപ്പാണ്. ഇതാണ് ഫസ്റ്റ് ലിപ്സ്റ്റിക്ക്. പിന്നെ രണ്ടാമത് ഇത് മാക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ. എനിക്ക് തോന്നുന്നു ഇത് ഞാൻ പണ്ട് ഇതേപോലെ ഫസ്റ്റ് പഠിക്കുമ്പോൾ എന്തോ ഒരു മേക്കപ്പ് പ്രൊഡക്ട്സിൻ്റെ കിറ്റ് ഫ്ലിപ്കാർട്ടിലൊക്കെ ഒന്ന് ഓഫർ ഉണ്ടായിരുന്ന സമയത്ത് ഓർഡർ ചെയ്തോ മാക്ക് കിട്ടിയത്. ഇത് ഒറിജിനലാണോ ഡ്യൂപ്പാണോന്നും അറിയില്ല. എനിക്ക് തോന്നുന്നത് ഡ്യൂപ്പായിരിക്കും, കാരണം അന്ന് എല്ലാം കൂടെ ചേർത്ത് 1000 ബിലോ പ്രൈസേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് ഇട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ ലിപ്സ്റ്റിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഇതും ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. എന്തിൻ്റെങ്കിലും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഇടുന്നല്ലാണ്ട് ഇതൊന്നും എനിക്ക് തീരെ കളയില്ല. കണ്ടോ ഗൈസ്, എന്തോ കഴിച്ച് കിട്ടിയ ഫീലില്ലേ. എനിക്ക് ഡാർക്ക് ഷെയ്ഡൊക്കെ ഇഷ്ടമാണ്. നല്ല ലിപ്സ്റ്റിക്ക് നല്ലപോലെ ഇട്ടു എന്ന് അറിയുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് എനിക്ക് ഒട്ടും ചേരുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറ്. ഞാൻ കൂടുതലും ബ്ലഷായിട്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഞാൻ ലിപ്സ്റ്റിക്സ് എല്ലാം ബ്ലഷായി യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഗൈസ് നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യണം ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം അത് നല്ലതല്ല എന്നാണ് ഞാൻ പൊതുവെ കേട്ടിരിക്കുന്നത്. പിന്നെ കളയാനുള്ള മടിയും കൊണ്ട് ഞാൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത ലിപ്സ്റ്റിക്ക് വന്നിട്ട്, അപ്പോൾ 3ാമത്തെ ലിപ്സ്റ്റിക്ക് സ്റ്റുഡിയോ എന്ന് വാങ്ങിയ ലിപ്സ്റ്റിക്കാണ്. സ്റ്റുഡിയോ ഇവിടെ പെരുന്തൽമണ്ണ തുടങ്ങിയ സമയത്ത് ഞാൻ പോയി വാങ്ങിയതാണ്. ഇത് ചോക്കോ ബ്രൗൺ എന്ന് പറഞ്ഞ ഷെയ്ഡാട്ടോ. ഇതെനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ്. ഞാൻ അത്യാവശ്യം യൂസ് ചെയ്യും. പിന്നെ ഇത് ഒടിഞ്ഞതിന് ശേഷമാണ് ഞാൻ യൂസ് ചെയ്യാണ്ടായത്. അത്യാവശ്യം ഞാൻ ഡിഗ്രിയിൽ 3rd ഇയറിലൊക്കെ, അത്യാവശ്യം 2nd ഇയറിലും 3rd ഇയറിലൊക്കെ ഞാൻ അത്യാവശ്യം യൂസ് ചെയ്തിരിക്കുന്ന ഒരു ലിപ്സ്റ്റിക്കാണിത്. കണ്ടോ ഗൈസ്, ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കോഫിയുടെ ഒക്കെ ഒരു കണ്ടോ ഗൈസ്, ഇത് ഒടിഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യാത്തത്. കണ്ടോ ഗൈസ്, ഇത് അത്യാവശ്യം നല്ല ഷെയ്ഡല്ലേ. എനിക്ക് പേഴ്സണലി ഇഷ്ടം. പിന്നെ ഇതങ്ങനെ എന്താ പറയുക, ട്രാൻസ്ഫർ ആവും. ഇത് അത്യാവശ്യം ട്രാൻസ്ഫർ ഒക്കെ ആവും, പക്ഷെ ഭയങ്കര മെൽറ്റായിട്ട് ബട്ടറി ആയിട്ട് കിടക്കും കേട്ടോ ചുണ്ടിൽ. എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇങ്ങനെ നമ്മൾ ചുണ്ട് ഡ്രൈ ആക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ ലിപ്സ്റ്റിക്കിന് തോന്നിയില്ല. പിന്നെ ഇത് എന്താ പറയുക, പിഗ്മെൻറ്റേഷൻ കൊണ്ടുവരുന്നത് വെച്ചാൽ എനിക്കറിയില്ല ഗൈസ്. അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. എൻ്റെ ഫ്രണ്ട് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. വീണ്ടും ഒരു ദുരിതം ലിപ്സ്റ്റിക്കാണ് കഴിച്ചത്. ഇത് മൈഗ്ലാമിൻ്റെ സ്മിട്ടണിൽ നിന്ന് 2 പോയിൻറ്റ്സിന് കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ്.
ഇതെൻ്റെ ജീവിതത്തിൽ വല്ലാത്തൊരു ദുരന്തമായി പോയി ഗൈസ്. ഈ ഷെയ്ഡ് എനിക്ക് ഒട്ടും ചേരില്ല. ഇതാ ഫസ്റ്റ് കാണിച്ച ഷെയ്ഡില്ലേ, അതേ കൂട്ടിയിരിക്കുന്ന ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കാം. കണ്ടോ, ഇത് ഭയങ്കര ഓവറാണ്. ഞാനത് ഫുൾ അപ്ലൈ ചെയ്തിട്ടില്ല, അവിടെ ഇവിടെ ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. വീഡിയോ കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴേ എനിക്കറിയുള്ളൂ. പക്ഷെ നേരിട്ട് കാണാൻ ഭയങ്കര ദുരന്തമാണ്. പിന്നെ 2 പോയിന്റ്സ് പോയതുകൊണ്ട് ഞാൻ ഇതും കൈ വെച്ചിരിക്കുന്നു. പിന്നെയും ഒരു സ്റ്റുഡിയോൻ്റെ ലിപ്സ്റ്റിക്ക്. സ്റ്റുഡിയോന്ന് എനിക്ക് ആകെ 2 ഷെയ്ഡുള്ളൂ. ഇതും ഒരു കുഴപ്പമില്ല, ഓക്കെ ഷെയ്ഡായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. അത്ര ഹൈപ്പ് കൊടുക്കാൻ പറ്റിയ ഷെയ്ഡൊന്നുമില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, എൻ്റെ കയ്യിലുള്ള കൂടുതൽ ലിപ്സ്റ്റിക്സും ഫ്ലോപ്പ് ആയിരിക്കും. ഞാൻ കുറേയൊക്കെ റിവ്യൂ കണ്ട് വാങ്ങിയത്, കുറേ ഓൺലൈനിലൊക്കെ വാങ്ങി കഴിയുമ്പോഴാണ് എനിക്ക് ദുരന്തം മനസ്സിലായത്. ഇത് അതേപോലെ ഇത് പൊട്ടിച്ച് വെക്കാൻ പറ്റില്ലായിരുന്നു. ഈ ലിപ്സ്റ്റിക്കിന് ട്രയൽ ഇല്ലായിരുന്നു. പക്ഷേ ഈ കളർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മെറൂൺ കളറായിരിക്കും. മെറൂൺ കളർ എനിക്ക് പൊതുവെ ഇഷ്ടമാണ്, അങ്ങനെയാണ് ഞാൻ വാങ്ങിയത്. പക്ഷെ ഇത് വന്നപ്പോൾ ആക്ച്വലി റെഡ് കളറായിരുന്നു. പിന്നെ കുഴപ്പമില്ല, ഒരു ലിപ് ലൈനറൊക്കെ ഇട്ടിട്ട് ഇത് ഓക്കെയാണ്, അത്രേ ഉള്ളൂ. പിന്നെ വൺ ഓഫ് എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ആണ് മാർസിൻ്റെ സെസ്റ്റി സൂംബ പറഞ്ഞിട്ട്. ഇത് എനിക്കത് പേഴ്സണലി ഞാനിത് ഒരു വട്ടം കാണിച്ചിട്ടുണ്ട് ഷോർട്സിൽ ഇതിൻ്റെ ഒരു ലിപ്സ്റ്റിക് കോംബോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതെനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ആകെയുള്ളൊരു നെഗറ്റീവ് സൈഡ് പറയാനായിട്ട് കുറച്ച് ട്രാൻസ്ഫർ ചെയ്യും, പക്ഷേ ലോങ് ലാസ്റ്റിക് അല്ല അത്ര. ബട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടം, ഇതിൻ്റെ ഷെയ്ഡ് കാര്യങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടം. ഞാൻ ആക്ച്വലി ഖൂബ്സൂരത് കുച്ചിപ്പുടി ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത്. അപ്പോൾ അത് സൈറ്റിൽ എന്താ പറയുക, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ അതിനോട് ഏകദേശം സിമിലർ ആയിട്ട് ഇത് കണ്ട പോലെ തോന്നിയിട്ട് ഓർഡർ ചെയ്തതാണ്. പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേസ്. ഇത് കണ്ടോ, തീരാറായി. ചുണ്ടിലിട്ടിരിക്കുന്നതും ഈ സെസ്റ്റി സൂംബയാണ്. പക്ഷെ ഇത് വാവ് ലിപ്സ്റ്റിക്കാണ്, സത്യം ഓസം. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നത്. ആളിത് സാധാ ഇവിടുത്തെ ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ട് ആൾക്ക് ഫ്ലോപ്പായിട്ട് തന്ന. ഞാനിത് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇതൊരു ഭയങ്കര ബ്രൈറ്റ് റെഡ് ഷെയ്ഡാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ പരിപാടി വരുമ്പോൾ ജസ്റ്റ് ഒന്ന് 3-4 മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് പറ്റിച്ചു കൊടുക്കും, അത്ര യൂസ് ചെയ്യാറുള്ളൂ. പക്ഷെ ഞാൻ ഇത് പറഞ്ഞ പോലെ കളയാറില്ല. ഇതിൻ്റെ പേര് പറയുകയാണെങ്കിൽ ബ്യൂട്ടി ആൻഡ് ബേബ് ബൈ വേ മാറ്റ് ലിപ് ഗ്ലോസ് എന്ന് പറഞ്ഞിട്ടാട്ടോ ഇതിൻ്റെ പേര് കിടക്കുന്നത്. ഇത് സ്മിട്ടണിൽ നിന്ന് ഞാൻ വാങ്ങിയപ്പോൾ എനിക്ക് ഫ്രീ ബി കിട്ടിയതാട്ടോ. ഇതും ഉപയോഗിക്കാൻ കൊള്ളൂല. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ആണ്. ഹോൾഡ് മീ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് 12 hour സ്റ്റേ എന്ന് പറഞ്ഞിട്ടാട്ടോ ഈ സാധനം. പക്ഷേ ഇതെനിക്ക് ഭയങ്കര വാഷ് ഔട്ടാണ്. വല്ലാണ്ട് ഇത് വാഷ് ഔട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് യൂസ് ചെയ്തത്. പിന്നെ അതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ കൂടുതൽ ട്രാൻസ്ഫർ ചെയ്യോ ഡ്രൈ ആക്കുമെന്നൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിത് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ മിക്സ് ചെയ്ത് ഇടലേ ഉള്ളൂ. പിന്നെ എൻ്റെ അടുത്തൊരു വൺ ഓഫ് ദി ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ് ഇൻസൈറ്റിൻ്റെ നോൺ ട്രാൻസ്ഫർ ലിപ് കളർ മേക്കപ്പ് എസെൻഷ്യലിൽ ഷെയ്ഡ് വന്നിട്ട് 11 കോഫി കമാൻഡ് അങ്ങനെയാണിത്. ഇതും ഒരു വാവ് ലിപ്സ്റ്റിക്കാണ്. പക്ഷെ ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഓവറാണ്. പിന്നെ ഇട്ട ഉടനെ ഇതിൻ്റെ ഭംഗി അറിയില്ല. ഇട്ടൊരു ഇച്ചിരി നേരം കഴിഞ്ഞാൽ അതൊന്ന് ഡ്രൈ ആയി ഒരു ടിഷ്യൂ വെച്ച് ഒന്ന് ഒപ്പി എടുത്തു കഴിഞ്ഞാൽ ഇത് സൂപ്പറാണ്. കണ്ട ഗൈസ്, ഇതും ഭയങ്കര അടിപൊളി മീഡിയം ടു ഡീപ്പർ സ്കിൻ ടോൺ അവർക്കൊക്കെ നല്ല പോലെ ചേരുന്ന ഒരു ലിപ്സ്റ്റിക് ആട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കയ്യിലുള്ളതിൽ വെച്ചിട്ട് ഞാൻ കുറച്ച് എക്സ്പെൻസ് കൊടുത്ത് വാങ്ങിയ ഒരേ ഒരു ലിപ്സ്റ്റിക്ക് ഇതാണ്, നൈക്കയുടെ ചായ്. ഇതിൻ്റെ ഹൈപ്പ് കൊണ്ട് മാത്രം വാങ്ങിയതാണ്. പക്ഷെ വാങ്ങിയപ്പോൾ ഇത് എനിക്ക് വേർത്തിട്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം, കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതാണ് ഇതിൻ്റെ അവസ്ഥ, ശോകമാണ്. അതുകൊണ്ട് ഞാൻ വെറുതെ വേസ്റ്റ് ആക്കുന്നില്ല, വളരെ കുറച്ച് എമൗണ്ടേ ഉള്ളൂ. വെർത്തിട്ടാണ് ഗൈസ്. 700 അടുത്തുണ്ട്. പക്ഷെ ഓഫർ വരുമ്പോൾ എനിക്ക് തോന്നുന്നു നൈക്കയിൽ ഒരു 500 ആ റേഞ്ചിൽ കിട്ടുന്നു. പക്ഷെ ഇത് വെർത്തിട്ടാണ് ഗൈസ്, അടിപൊളിയാണ്. അടുത്ത് വന്നിട്ട് ഇതാണ്. ഇത് മാർസിൻ്റെ ഹാർട്ട് തീഫ് 09 എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇതും ഭയങ്കര വെർത്തിട്ടാണ്. ഇത് ഞാൻ ഇട്ട് കാണിക്കുന്നില്ല, കാരണം ഇതിൻ്റെ അവസ്ഥ ഒന്നും കാണിച്ചു തരാം. കണ്ടോ,
ഇത്രയും ശോകം ഇതിൻ്റെ അവസ്ഥ. പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഇന്നാൾ ഓണം ലുക്കിൽ ചെയ്തപ്പോഴും ഈ ലിപ്സ്റ്റിക് ആട്ടെ ഞാൻ ഇത് ട്രാൻസ്ഫർ ചെയ്യില്ല. ഇത് ട്രാൻസ്ഫർ പ്രൂഫാണ്, എന്താ പറയുക, ലോങ് ലാസ്റ്റ് ചെയ്യും, അങ്ങനെ എല്ലാ അത്യാവശ്യം അടിപൊളി ഫീച്ചേഴ്സും ഉള്ള. പിന്നെ ഇത് ഇടുമ്പോൾ ഒറ്റൊരു കാര്യമുള്ളൂ, ലിപ് ബാം ഇട്ട് ഒന്ന് ലിപ്പ് സോഫ്റ്റ് ആക്കിയിട്ട് ഇതിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ലിപ്പ് ഒന്ന് ഡ്രൈ ആയി മുരിയാനുള്ള ചാൻസ് ഉണ്ട്. അതർവൈസ് ഇത് സൂപ്പറാണ് ഗൈസ്, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ലാക്മി, ഈ ലാക്മിയുടെ ലിപ്സ്റ്റിക്ക്, ലാക്മിയുടെ ഇത് ന്യൂ ട്വിസ്റ്റ് എന്ന് പറഞ്ഞ റേഞ്ചിൽ വരും. ഇതും അടിപൊളി, ഇതും കഴിയാറായി. അത്യാവശ്യം ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ പാടുകളുണ്ട്, നിങ്ങൾക്ക് ഇന്നിങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവില്ല എന്നുള്ളൂ. അതേപോലെ ലാക്മിയുടെ തന്നെ മെറൂൺ ഒരു ഷെയ്ഡായിരുന്നു ഇതിന് മുമ്പ് ലാക്മിയുടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതും അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ ആത്മാവ് വരെ ഊറ്റിയെടുത്ത് ഒന്നും ചെയ്യാൻ പറ്റാണ്ടായതുകൊണ്ട് ഞാൻ അവസാനം അത് കളഞ്ഞു. ഇതും ഞാൻ ഇട്ട് കാണിക്കുന്നില്ല, കാരണം ഇതും കഴിയാറായി. എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കൊക്കെ സത്യം പറഞ്ഞാൽ കഴിയാറായി, ഒന്നും റീസ്റ്റോക്കഡ് അല്ല. പിന്നെ ഇതാണ്, ഇത് പ്ലമ്മിൻ്റെ, ഇത് എവിടെ പോയപ്പോൾ പ്ലമ്മിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ്. 2 ലിപ്സ്റ്റിക്ക് എടുത്തപ്പോൾ 500 രൂപയ്ക്ക് കിട്ടിയതാണ്, ഒന്നിന് 250 രൂപ. അതെന്തോ ഓഫറായിരുന്നു. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ പറഞ്ഞുതരാം. ഇത് പ്ലമ്മിൻ്റെ മാറ്റ് ഇൻ ഹെവൻ ലിക്വിഡ് ലിപ്സ്റ്റിക്കിൽ റേഞ്ച് വരുന്നത് 140 വൈൻ ടു ഗോ എന്ന് പറഞ്ഞ ലിക്വിഡ് ലിപ്സ്റ്റിക് ആട്ടോ ഇത്. ഇതൊരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഗ്രേപ്പ് വൈൻ ആ ഷെയ്ഡാണ്. ഇത് അത്യാവശ്യം, ഇത് വാങ്ങിയിട്ട് കുറേ എങ്കിലും ഞാൻ അധികം യൂസ് ചെയ്യല്ല, എന്തെങ്കിലും ഇടയ്ക്ക് മാത്രം യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്സിലൊന്നാണ്. ഇത് മാത്രമായിട്ട് ഇടാൻ എനിക്ക് പറ്റത്തില്ല, ഇത് ഭയങ്കര ഡാർക്കാണ്. കണ്ടോ ഗൈസ്, ഞാൻ എത്ര എമൗണ്ട് ഇട്ടു എന്നുള്ളത് നിങ്ങൾ കണ്ടതില്ലേ? എന്നിട്ട് ഇത്രയും ഇട്ടപ്പോഴേക്കും ഇത്രയും പിഗ്മെൻറ്റഡ് ആയിട്ടുണ്ടല്ലേ. പിഗ്മെൻറ്റഡ് ഒക്കെ ഭയങ്കരമാണ്, ലോങ് ലാസ്റ്റ് ഒക്കെ ചെയ്യും. പക്ഷെ എനിക്ക് ഓവർ പിഗ്മെൻറ്റഡ് ആയിട്ട് തോന്നാറുണ്ട്, അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇത് യൂസ് ചെയ്യാറില്ല. പിന്നെ ഇതൊക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ ഭയങ്കര പാടാകും, അതുകൊണ്ട്. അപ്പം നമ്മുടെ ലിപ്സ്റ്റിക്സ് എത്രയേ ഉള്ളൂ. ഇനി നമുക്ക് 4 ലിപ് ലൈനർ കാണാം. ലിപ് ലൈനർ ഒന്ന് ഷുഗറിൻ്റെ ലിപ്പിംഗ് ഓൺ ദ എഡ്ജ് എന്ന് പറഞ്ഞിട്ട്, ഇത് എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു ചേച്ചി തന്നതാട്ടോ. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ലിപ്സ്റ്റിക്ക്, ലിപ് ലൈനർ, അത്രയേ ഉള്ളൂ. ഓക്കെ ഒരു പ്രൊഡക്റ്റ് ആട്ടോ. അടുത്തത് ഇതാണ് സെക്കൻഡ് വൺ. ഇത് മാർച്ചിൻ്റെ റേഞ്ച് വരുന്ന ഒരു ലിപ് ലൈനറാണ്. ആക്ച്വലി ഇതിൻ്റെ ഷെയ്ഡും കാര്യങ്ങളൊന്നും ഇതിലില്ല, ഇത് യൂസ് ചെയ്ത് ഇത്ര ആയതുകൊണ്ട് ഇതിൻ്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ പോയി. പിന്നെ മൂന്നാമത് വരുന്ന സിസ് ബ്യൂട്ടിയുടെ, ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട്, ചോക്ലേറ്റ് ബ്രൗൺ എന്ന് പറഞ്ഞ റേഞ്ചിൽ വരുന്ന ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. അല്ല, ഡാർക്ക് ചോക്ലേറ്റ് ബ്രൗൺ അല്ല, ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ റേഞ്ച് വരുന്നത്. ഇത് അത്യാവശ്യം അടിപൊളിയാണ്. പിന്നെ ഇത് ദുരന്തമാണ് ഗൈസ്. ഇത് ഞാൻ ഉദ്ദേശിച്ച ഷെയ്ഡല്ല, കിട്ടിയ ഷെയ്ഡ്. ഇതൊന്ന് ഒരു അബദ്ധം പറ്റിപ്പോയതാ. ഇത് ഷെയ്ഡ് നമ്പർ 018 ആണ് ഡാസ്ലറിൻ്റെ. ഞാൻ നോക്കിപ്പോയത് ഷെയ്ഡ് നമ്പർ 014 ആയിരുന്നു, ഒരു മെറൂൺ ഷെയ്ഡ് വരുന്നത്. അത് അടിപൊളി ലിപ് ലൈനറാണ്. അത് കെ ബ്യൂട്ടിയിലെ ഒരു ഷെയ്ഡിൻ്റെ എക്സാക്ട് ഡ്യൂപ്പായിട്ട് കോഴിക്കോട് ഗോകുലമാളിലുള്ള നൈക്കയുടെ സ്റ്റോറിൽ പോയിട്ടാട്ടോ ഞാൻ നൈക്കയുടെ ചായ് റേഞ്ചിലുള്ള ലിപ്സ്റ്റിക് വാങ്ങിയത്. അപ്പോൾ അവിടെ തന്നെ ലിപ് ലൈനർ നോക്കിയപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. കെ ബ്യൂട്ടിയുടെ ആണ് നോക്കിയത്, അതിന് എക്സാക്ട് മാച്ച് ആയിട്ട് വരുന്നത്. അറൗണ്ട് 500 റേഞ്ച് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയും എക്സ്പെൻസ് കൊടുത്ത് ഒരു ലിപ് ലൈനർ വാങ്ങണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുമ്പോഴാണ് അവർ പറഞ്ഞത് എന്നോട് ആ ലിപ് ലൈനർ സ്റ്റോക്ക് ഔട്ട് ആയിന്ന്. അപ്പം ഞാനിങ്ങനെ എന്ത് ചെയ്യും, ഇതിന് എന്താണ് ചേരുക എന്നൊക്കെ ചോദിച്ച് അവിടുത്തെ ചേച്ചിയോട് ചോദിച്ചപ്പോഴാണ് ചേച്ചി പറഞ്ഞത് ഡാസ്ലറിൽ 014 എന്ന് പറഞ്ഞ ഷെയ്ഡ് ഇതിൻ്റെ അത്യാവശ്യം ഡ്യൂപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, ഒന്ന് യൂസ് ചെയ്ത് നോക്കുന്നു. അപ്പം വാങ്ങിയതായിരുന്നു. പക്ഷെ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി വാങ്ങിയതാണ്, പക്ഷെ ഇതെനിക്ക് സദ്യ പറ്റിയില്ല. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ്. ഇതിൽ ഞാൻ എൻ്റെ ഫേവറേറ്റ് കാണിച്ചു തരാം. നിങ്ങൾക്ക് വളരെ നമ്മുടെ ലിപ്സ്റ്റിക് കളക്ഷൻ്റെ വീഡിയോ. ഇനി അഥവാ എന്നെ കണ്ടിട്ട് ലിപ്സ്റ്റിക് ആർക്കെങ്കിലും ഇന്ന ഷെയ്ഡ് വാങ്ങണം തോന്നുകയാണെങ്കിൽ ഒരു മീഡിയം ടു ഡീപ്പർ സ്കിൻ ടോണിനൊക്കെ പറ്റിയ ലിപ്സ്റ്റിക്സിൽ ഞാൻ സജസ്റ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് ലിപ്സ്റ്റിക്ക് കാണിച്ചു തരാം. നല്ലതാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു റേഞ്ച് ഞാൻ പറയാം. ഇത് ലാക്മിയുടെ ന്യൂ ട്വിസ്റ്റ് ആണ്. ന്യൂ ട്വിസ്റ്റ് 90 എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇത് ഏകദേശം ഒരു 400 റേഞ്ച് വരെ വരാറുണ്ട്. ഓഫർ ടൈമിൽ 300 റേഞ്ചിലും ഞാൻ കിട്ടാറുണ്ട്. ഇത് ഇൻസൈറ്റിൻ്റെ കോഫി കമാൻഡ് എന്ന് പറഞ്ഞ ഷെയ്ഡ് നമ്പർ 11 ആണ്. ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്. ഇത് 110 ആ റേഞ്ചിൻ്റെ ഉള്ളിൽ നമുക്കിത് കിട്ടും. ഇത് മാസിൻ്റെ ഹേർട്ട് തീഫ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇത് എനിക്ക് തോന്നുന്നു ഒരു 300 ബിലോ റേഞ്ചിൽ ഇത് കിട്ടും. ഇത് സെസ്റ്റി സൂംബ എന്ന് പറഞ്ഞിട്ടുള്ള മാർസിൻ്റെ തന്നെ ഒരു ഷെയ്ഡാണ്. ഇതും ഒരു 250 റേഞ്ചിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ലിപ്സ്റ്റിക്കും കിട്ടും. 208 ആ റേഞ്ചൊക്കെയാണ് ഫ്ലിപ്കാർട്ടിലും ഇതിലൊക്കെ വരാറുള്ളത്. ഞാൻ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാട്ടോ വാങ്ങിയത്.
പിന്നെ പൊതുവേ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന്, ആമസോണിൽ നിന്ന് അങ്ങനെയുള്ള സൈറ്റുകളിൽ നിന്ന് ഈ മേക്കപ്പ് പ്രോഡക്ട്സ്, ലിപ്സ്റ്റിക് അങ്ങനത്തെ വാങ്ങുന്നത് സജസ്റ്റ് ചെയ്യില്ല. വാങ്ങുമ്പോൾ എപ്പോഴും നല്ല ഒന്നില്ലെങ്കിൽ നമ്മൾ ഓൺ സ്റ്റോർ പോയി വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പർപ്പിൾ, നൈക്ക അങ്ങനത്തെ ബ്യൂട്ടി റിലേറ്റഡ് സൈറ്റുകളിൽ നിന്ന് വാങ്ങുകയായിരിക്കും കുറച്ചുകൂടി നമുക്ക് ചതിക്കപ്പെടാണ്ടിരിക്കാൻ നല്ലത്. പിന്നെ ലിപ് ലൈനേഴ്സിൻ്റെ കേസിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 3 ലിപ് ലൈനർ സജസ്റ്റ് ചെയ്യുക. ഇതല്ല, ഡാസ്ലറിൻ്റെ 014 നല്ലതാണ്. പിന്നെ മാർസിൻ്റെ, പക്ഷേ ഇത് ഷെയ്ഡ് പറഞ്ഞു അറിയാത്തതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടെ. ഇതൊരു ഏകദേശം ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന എന്താ പറയുക ലിപ് ലൈനറാണ്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഡാർക്ക് ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള റേഞ്ചിലുള്ള ലിപ് ലൈനർ. ഇതും അടിപൊളിയാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.